بسم الله الرحمن الرحيم إلى حضرة النبي المصطفى محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا مولانا محمد. اللهم اوصل وبلغ مثل ثواب ما قرأناه من قرآنك الكريم. هذه هدية واصلة ورحمة نازلة وبركة شاملة منا إلى حضرة روح نبينا وشفيعنا وحبيبنا ومنجينا وهادينا ومرشدنا مصطفى محمد صلى الله عليه وسلم، ثم إلى أرواح جميع الأنبياء والأولياء والعلماء والشهداء والزهداء والصديقين والصالحين، وإلى أرواح جميع مشايخنا وأساتذتنا كلهم أجمعين، خاصة إلى روح شيخنا شيخ عمر ولي الله القاهري قدس الله سره العزيز، وجميع مشايخنا وأساتذتنا كلهم أجمعين. اللهم انفعنا بهم وبعلومهم وأسرارهم وأنوارهم وبركاتهم في الدين والدنيا والآخرة. اللهم بحقهم وبجاههم وبأسرارهم يسر لنا أمورنا مع الراحة لقلوبنا وبداننا والسلامة والعافية في ديننا ودنيانا يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. പ്രവാചക പ്രകീർത്തന കാവ്യമായ അല്ലഫൽ അലിഫ് എന്ന ഖസീദയുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ നടത്തുന്നത്. അതിൻ്റെ 5ാമത്തെ ക്ലാസ്സിലാണ് നമ്മളിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഹബീബിൻ്റെ പേരിൽ നാം ഈ ഒരുമിച്ച് കൂടുന്നതിന് അവൻ ഇഷ്ടപ്പെട്ട ഒരു ഇബാദത്താക്കി നമ്മിൽ നിന്നും ഖബൂൽ ചെയ്യട്ടെ. അതിൻ്റെയൊക്കെ ബറക്കത്ത് കൊണ്ട് നമ്മിൽ നിന്നും സംഭവിച്ചു പോയ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു തരട്ടെ. നമ്മിലും നമ്മുടെ കുടുംബത്തിലുമുള്ള എല്ലാ രോഗികൾക്കും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് പൂർണ്ണ ശിഫ നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നമ്മൾ അവസാനത്തെ ക്ലാസ്സിൽ നമ്മൾ ഹായിൽ തുടങ്ങുന്ന ബൈത്താണ് അല്പം വിശദീകരിച്ചത്. അതിൽ അല്പം കൂടി വിശദീകരണം ആവശ്യമായതുകൊണ്ട് തന്നെ ആ വിശദീകരണം നമ്മൾ പഠിച്ച ശേഷം അടുത്ത ബൈത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹുബ്ബു ഹിബ്ബി ഹബ്ബത്തും ഫീ ലുബ്ബി ഖൽബി അംബതത് حبوبها ما كل حب منه للميحال حال. لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. യഥാർത്ഥത്തിൽ ഈ ബൈത്ത് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കാരണം നമ്മൾ ഈ ഒരുമിച്ച് കൂടുന്നതും മഹാനവറുകൾ
ഈ ബൈത്ത് രചിക്കുന്നതുമൊക്കെ അതിൻ്റെ മർമ്മപ്രധാനമായ വിഷയം എന്തു തന്നെയാണ്? ഹുബ്ബാണ്. അതിൻ്റെ തുടക്കം തന്നെ നമ്മൾ പാടുന്നത് ഹുബ്ബു ഹിബ്ബി. അതിൻ്റെ അർത്ഥം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഹബീബിനോടുള്ള ഹുബ്ബ്, എൻ്റെ ഹബീബിനോടുള്ള ആ അടങ്ങാത്ത സ്നേഹം എൻ്റെ ഖൽബിൻ്റെ ഉള്ളിൽ നിക്ഷേപിച്ച ഒരു വിത്ത് പോലെയാണ്. അത് ആ വിത്തായിട്ട് അവിടെ നിൽക്കാതെ അതിങ്ങനെ ഓരോ നാളുകളും അതിങ്ങനെ പടർന്ന് പന്തലിച്ച് പല കതിരുകളായി അതിങ്ങനെ മാറുകയാണ്. അതിൻ്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള എൻ്റെ അടങ്ങാത്ത അനുരാഗം കാരണം വിലായത്തിൻ്റെ പല മഖാമിലേക്കും ഞാൻ എന്തായി എത്തിച്ചേരുകയാണ്. അനുദിനം ഞാനിങ്ങനെ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് അടുക്കാനുള്ള ഒരു സബബായിട്ട് മാറിയത് അതിൻ്റെ അടിത്തറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഹുബ്ബാണ് എന്നാണ് പറഞ്ഞത്. അതാണ് ഹുബ്ബു ഹിബ്ബി, എൻ്റെ ഹബീബിനോടുള്ള ഹുബ്ബ് എന്നുള്ളത്. നമ്മൾ ഈ ക്ലാസ് സംഘടിപ്പിക്കുന്നതും നമ്മൾ ജോലി കഴിഞ്ഞൊക്കെ ഈ ക്ലാസ്സിൽ വന്നിരിക്കുന്നതും നമ്മൾ കേട്ട കാര്യങ്ങൾ കുടുംബത്തിലേക്കും മറ്റുള്ള സുഹൃത്തുക്കളിലേക്കും മറ്റുള്ള ഗ്രൂപ്പുകളിലേക്കൊക്കെ എത്തിക്കുന്നതും എന്തിനു വേണ്ടി തന്നെയാവണം? ഈ ഹുബ്ബിനെ പ്രചരിപ്പിക്കാനാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്തിൻ്റെ പ്രചാരകരായിരിക്കും നമ്മളാദ്യം സ്നേഹിക്കുക, ഈ ഹുബ്ബിൻ്റെ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നബി തങ്ങളെ സ്നേഹിക്കാതെ ഒരാളും വലിയായിട്ടില്ല എന്ന് നമ്മൾ കഴിഞ്ഞ ബൈത്തിലൊക്കെ പഠിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിലും ഹദീസിലും യഥാർത്ഥ മുഅ്മിനിൻ്റെ അടയാളമായിട്ട് പോലും പറഞ്ഞത് ഇതിനെക്കുറിച്ചാണ്. ഒരുപാട് കർമ്മങ്ങളല്ല, പിന്നെ ഹുബ്ബിനെ കുറിച്ചാണ് പറഞ്ഞത്. അത് അടിവരയായിട്ട് നമ്മൾ മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആനിൽ കാണാം, വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. ഉണ്ടോ? മുഅ്മിനീങ്ങളായ ആളുകൾ ആരാണെന്നറിയുമോ? അവർ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അള്ളാഹുവിനോട് വളരെ ശദീദായ ശക്തിയുള്ള ഹുബ്ബുള്ളവരാണ്. വെറും മേന്മയായിട്ട് ഇങ്ങനെ പറയുന്നതല്ല, പ്രകടിപ്പിക്കുന്നതല്ല, പക്ഷെ ഖൽബിൻ്റെ ഉള്ളിൽ വളരെ ശക്തിയായ സ്നേഹമുള്ളവരാണ് മുഅ്മിനീങ്ങളെന്ന് പറഞ്ഞാൽ. കണ്ട, മുഅ്മിനിൻ്റെ അടയാളമായിട്ട് അവിടെ ആ ആയത്തിൽ അടിവരയിട്ട് പറഞ്ഞത് അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. ഇനി ഹദീസ് നോക്കാം നമുക്ക്, അല്ലേ? ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. അവിടെയും ഹുബ്ബ് തന്നെയാണ്. നിങ്ങൾ ആരും തന്നെ മുഅ്മിനാവുകയില്ല, അതായത് യഥാർത്ഥ മുഅ്മിനാവുകയില്ല, ഹത്താ അകൂന, ഞാനാകുന്നത് വരെ, അഹബ്ബ ഇലൈഹി, അവനിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനാകുന്നത് വരെ, ആരെക്കാളും, മിൻ വാലിദിഹി, അവനെ നൊന്ത് പെറ്റ് പ്രസവിച്ച് പോറ്റ് പുലർത്തിയ മാതാപിതാക്കളെക്കാളും, വവലദിഹി, അവൻ്റെ ഇഷ്ടപ്പെട്ട പൊന്നുമക്കളെക്കാളും, വന്നാസി അജ്മഈൻ, ജനങ്ങൾ മുഴുവൻ ജനങ്ങളെക്കാളും അവൻ എന്നിലേക്ക് ഏറ്റവും മഹബ്ബത്തുള്ളവനാകുന്നത് വരെ ഒരാളും മുഅ്മിനാവുകയില്ല. കണ്ടോ? ഈമാനിൻ്റെ അലാമത്തായിട്ട് ഖുർആനിലും ഹദീസിലുമൊക്കെ പല സ്ഥലങ്ങളിലും എണ്ണിയത് ഏത് തന്നെയാണ്? ഹുബ്ബാണ്. അതങ്ങനെ നമ്മൾ പറഞ്ഞാൽ അതിന് തന്നെ ഒരുപാട് ക്ലാസ് വേണ്ടി വരും. മറ്റൊരു ഹദീസിൽ കാണാം, ഹലാവത്തുൽ ഈമാൻ, ഈമാനിൻ്റെ മാധുര്യം ലഭിക്കണമെങ്കിൽ, അതിൻ്റെ മാധുര്യം ഒരു രസമുള്ളൊരു കാര്യമാണ്. ആ മാധുര്യം ഒരാൾക്ക് ലഭിക്കണമെങ്കിൽ അവിടെ 2-3 കാര്യങ്ങൾ, 3 വിഷയങ്ങൾ എണ്ണിപ്പറയുന്നുണ്ട് ഹദീസിൽ. അതിൽ ഒന്നാമത്തതായിട്ട് എണ്ണുന്നത് അയ്യകൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. എന്താണ്? ഈമാനിൻ്റെ മാധുര്യം അതെല്ലാവർക്കും ലഭിക്കണമെന്നില്ല, എല്ലാവരും മുഅ്മിനീങ്ങളാണ്. പക്ഷേ ഈമാനിൻ്റെ മാധുര്യം ലഭിച്ച ആൾക്കാർ, നമ്മുടെ മുമ്പിലൊക്കെ ജീവിച്ചു പോയ അള്ളാഹിൻ്റെ ഔലിയാക്കളൊക്കെ,
ആ ഈമാനിൻ്റെ മാധ്യമം ലഭിക്കാൻ വേണ്ടി ഒന്നാമത്തെ ഷർത്ത് പറഞ്ഞത് അയ്യക്കൂനല്ലാഹു വറസൂലുഹു, അള്ളാഹുവും അവൻ്റെ റസൂലും ആവുക. അഹബ്ബ ഇലൈഹി, അണ്ട അവിടെ ആ വാക്കാണ്, അഹബ്ബ ഇലൈഹി, അവനിലേക്ക് ഏറ്റവും ഹുബ്ബുള്ളതാവുക. മിമ്മാ സിവാഹുമാ, അള്ളാഹുവും അവൻ്റെ റസൂലുമല്ലാത്ത ലോകത്തുള്ള സകല വസ്തുക്കളെക്കാളും അവനിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ ആരാവണം? അയ്യക്കൂനല്ലാഹു വറസൂലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഹുബ്ബ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് നമുക്കൊരു ബോധ്യം വരാനാണ് ഞാൻ ഇത്ര പറഞ്ഞത്. അതാണ് മഹാനവറുകൾ പറഞ്ഞു, ഹുബ്ബു ഹിബ്ബി ഹബ്ബത്തും ഫി ലുബ്ബി ഖൽബി അംബതത് ഹുബ്ബഹ മാ കുല്ലു ഹബ്ബിൻ മിൻഹു ലിൽ മിഹാലി ഹാൽ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഹുബ്ബ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്നും കൂടി ഓർമ്മിക്കാൻ വേണ്ടി പറയാം. സൂഫിയാക്കളുടെ ഭാഷയിൽ ഹുബ്ബ്, നമ്മളിപ്പോൾ സ്നേഹം എന്നിങ്ങനെ പറയും, ഒറ്റൊരു ഭാഷ അർത്ഥം. സൂഫിയാക്കളുടെ ഭാഷയിൽ പറഞ്ഞാൽ മൈലുൽ ഖൽബി വ തലദ്ദുദിഹ, ഖൽബിനെന്തോ ഒരു രസവും ഒരു ഉന്മേഷവും എപ്പോൾ ബിറുഇയത്തിൽ മഹ്ബൂബി വ ദിക്രിഹി, മഹ്ബൂബായ ആ ആളുടെ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവരെ നേരിട്ട് കാണുമ്പോഴോ അല്ലെങ്കിൽ അവരെക്കുറിച്ച് പറയുമ്പോഴോ അവർ താമസിക്കുന്ന സ്ഥലങ്ങളിലേക്ക് എത്തുമ്പോഴോ അവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവൻ്റെ മനസ്സിൽ എന്തെന്നില്ലാത്തൊരു ആസ്വാദനം ഉണ്ടാവുക, ഒരു തലദ്ദുണ്ടാവുക, ലദ്ദത്തുണ്ടാവുക. അങ്ങനെ അവൻ അനുഭവപ്പെടുന്നുണ്ടോ എന്നാൽ അവനക്ക് മനസ്സിലാക്കാം ആ മെഹബൂബിനോട് ഇവനെന്തുണ്ട്, ഹുബ്ബുണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവണം. ഞാനന്ന് പറഞ്ഞോളല്ലേ, നമ്മൾ യാ നബി സലാം പാടുന്ന സമയത്ത് അതുവരെ ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് നമ്മൾ മാറണം. കണ്ണുകളൊക്കെ നിറയണം, റൗളാ ഷരീഫ് മുമ്പിൽ കാണണം. അത് തീർന്നു പോകുമ്പോൾ തീർന്നല്ലോ എന്നുള്ളൊരു ബേജാറ് വേണം ആ ബൈത്തുകളൊക്കെ. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ഒരു മുഅ്മിൻ മാറുന്നുണ്ടോ അപ്പോൾ അവൻ്റെ ഉള്ളിൽ അല്പം ഹുബ്ബ് വളർന്നു വരുന്നുണ്ട് എന്ന് കാണാം. മഹാന്മാരൊക്കെ ഒരുപാട് വിശദീകരിച്ച ഒരു വാക്കാണ് ഹുബ്ബ് എന്നുള്ളത്. നമ്മളന്ന് പറഞ്ഞു ഹുബ്ബിന് ഒരുപാട് മർത്തബകളുണ്ട് അല്ലേ, അത് പറഞ്ഞിട്ടാണ് നമ്മൾ നിർത്തിയത്. അതൊന്ന് പെട്ടെന്ന് പറഞ്ഞിട്ട് അടുത്ത ബൈത്തിലേക്ക് പോകണം. മഹാന്മാർ പറയുന്നു, ഇലം അന്നലിൽ ഹുബ്ബി മറാത്തിബ, ഈ ഹുബ്ബ് എന്നുള്ളതിന് ഒരുപാട് മർത്തബകളുണ്ട്. എല്ലാവരും ഇപ്പം നമ്മളിരിക്കുന്ന കൂട്ടത്തിൽ എല്ലാവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരേപോലെ ഹുബ്ബുള്ളവരല്ലായിരിക്കും. ചിലർക്ക് അധികമായ ഹുബ്ബുണ്ടാവും, ചിലർക്ക് കുറഞ്ഞ ഹുബ്ബുണ്ടാവും, ചിലർക്ക് അടിസ്ഥാനപരമായ ഹുബ്ബുണ്ടാവും. മഹാന്മാർ പറയുന്നു അതിലൊന്നാമത്തത് ഇസ്തിഹ്സാൻ എന്ന് അറബിയിൽ പറയും. അത് വഹിയൽ മുവല്ലദതു മിനൻ നളരി വസ്സമായി, താൻ ഇഷ്ടപ്പെടുന്ന ആളിലേക്ക് എപ്പോഴും നോക്കുന്ന സമയത്ത്, അവരെ കാണുന്ന സമയത്ത്, അവരുടെ ശബ്ദം കേൾക്കുന്ന സമയത്തുണ്ടാവുന്ന ഒരു അവസ്ഥയാണ്. അവരിലേക്കൊരു മൈലാനിയത്തുണ്ടാവുക, ഒരു ആഗ്രഹമുണ്ടാവുക. അതിങ്ങനെ നിരന്തരം അവരെക്കുറിച്ച് കേൾക്കുകയും മദ്ഹുകൾ കേൾക്കുകയും അവരെ കാണുകയുമൊക്കെ ചെയ്യുന്ന സമയത്ത് അത് എപ്പോഴും ഒരുപാട് കാലം അങ്ങനെ ഉണ്ടാകുമ്പോൾ അത് മവദ്ദത്തായിട്ട് മാറും. അതിന് മവദ്ദത്ത്, അതിൻ്റെ ദറജ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഹിയൽ മൈലു ഇലൈഹി, ആ മെഹബൂബിലേക്ക് മാത്രം അവൻ്റെ ചിന്തകൾ ഇങ്ങനെ പോകണം. അതിന് മവദ്ദത്ത് എന്ന് പറയും. സുമ്മ ഇദാ തഅക്കദത്, ഇനി ആ മഹബത്തിൽ തന്നെ ജീവിച്ച് അതിങ്ങനെ ശക്തമായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തസീറു മഹബത്തൻ, രണ്ടും വ്യത്യാസമുണ്ട്. ഒന്ന് മവദ്ദത്ത്, ഒന്ന് മഹബത്ത്. നമ്മൾ പറയാം മഹബത്തുണ്ട് അല്ലേ, കുഞ്ഞിനോട് മഹബത്തുണ്ടെന്ന് പറയും. ഈ മഹബത്ത് എന്നുള്ളത് ഹിയ അൽ ഇഖ്തിലാഫുർ റൂഹാനി, ആത്മാവും തമ്മിലുള്ള ഒരു ബന്ധമാണ് മഹബത്ത് എന്ന് പറഞ്ഞാൽ. നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹബത്തുണ്ടെങ്കിൽ തങ്ങളുടെ ആത്മാവും നമ്മളുടെ ആത്മാവും തമ്മിൽ എന്തുണ്ടാവും, റൂഹാനിയ ബന്ധം വരും. നമുക്കെന്തെങ്കിലും സംഭവിക്കുമ്പോൾ റസൂലുള്ളാഹിക്ക് വിഷമം വരും. ഉമ്മമാർക്കെല്ലാം ചിലപ്പോൾ അങ്ങനെ ഉണ്ടാക്കണ്ടല്ലേ, നമുക്കിവിടെ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഉമ്മക്ക് അത് അറിയാൻ പറ്റുന്നുണ്ട് ചിലപ്പോൾ. ആ സ്നേഹത്തിൻ്റെ കടുപ്പം കൊണ്ട് എൻ്റെ മോനക്ക് എന്തോ സംഭവിച്ചോലുണ്ട്, ഓന് ഇപ്പോൾ എന്താ വിളിക്കാതെ
ഒന്ന് അങ്ങോട്ട് നീ മിസ് കോളാക്കി നോക്കുന്നുണ്ടാവും, ഭാര്യയോട് പറയും. യഥാർത്ഥത്തിൽ നമുക്കെന്തോ സംഭവിച്ചിട്ടുണ്ടാവും ഇവിടെ. ആ റൂഹാനിയായ ബന്ധം കൊണ്ട് എന്തായി, അവർക്ക് ആ ലിങ്ക് അങ്ങോട്ട് പോവുകയാണ്, മെസ്സേജ് പോവുകയാണ് ഓട്ടോമാറ്റിക്കലി. അതൊരു ബന്ധമാണ്. അപ്പോൾ റൂഹാനിയായ തരത്തിലേക്ക് ബന്ധമെത്തുന്ന സമയത്ത് അതിന് മഹബത്ത് എന്ന് പറയും. ഇനി ആ ഒരു ബന്ധം വർദ്ധിച്ച് ശക്തമായി കൊണ്ടിരിക്കുമ്പോൾ അതിന് ഖുല്ലത്ത് എന്ന് പറയും. നമ്മൾ ഖലീൽ എന്ന് വിളിക്കുന്നില്ല, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, അതിൻ്റെ വാക്കാണ് ഖുല്ലത്ത് എന്നുള്ള വാക്കാണ് ഖലീൽ. അതൊരവസ്ഥയാണ്. ഇതെല്ലാം അടിസ്ഥാനം മഹബത്താണ്. ഓരോ ദറജകൾ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുന്നു. ഇനി അതും വർദ്ധിച്ചു വരുന്ന സമയത്ത് ഹവ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തും. ഈ ഹവ എന്നുള്ള അവസ്ഥ നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ട്, ചിലപ്പോൾ മറന്നതായിരിക്കും. ബഹുമാനപ്പെട്ട ഇമാം ബൂസരി തങ്ങൾ അല്ലേ, അദ്ദേഹത്തിനുണ്ടായ ആ മഹബത്ത് ഏത് ദറജയായിരുന്നു? ഹവ എന്നുള്ളത്. ലൗലൽ ഹവ ലം തുരിഖ് ദംഅൻ അലാ ത്വലലി വലാ അരിഖ്ത ലിദിക്രിൽ ബാനി വൽ അലമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറുൽ ഖൽഖി കുല്ലിഹിം. മഹാനവറുകളോട് എന്തിനാണ് ഇങ്ങനെ കരഞ്ഞ് ഉറക്കമൊഴിച്ച അടയാളങ്ങളുണ്ട് ശരീരത്തിൽ, രോഗത്തിൻ്റെ അടയാളങ്ങൾ കാണുന്നുണ്ട്, എന്ത് പറ്റി, നിങ്ങൾ ആരെയോ സ്നേഹിച്ചതാണ് ഇതിൻ്റെ കാരണമെന്ന് ഒരു ചോദ്യ രൂപേണ പറയുന്ന സമയത്ത് ആ ചോദ്യകർത്താവ് പറയുന്നു, ലൗലൽ ഹവ, ഹവയുണ്ടായിരുന്നില്ലെങ്കിൽ ലം തുരിഖ് ദംഅൻ അലാ ത്വലലി. ആ മെഹബൂബ് ജീവിച്ച വീടിൻ്റെ അവശിഷ്ടങ്ങൾ അത് പൊളിഞ്ഞ് തകർന്നു വീണിട്ടും അതിൻ്റെ അല്പ അവശിഷ്ടങ്ങളൊക്കെ കാണുമ്പോൾ ലൗലൽ ഹവ, ഹവയുണ്ടായിരുന്നില്ലെങ്കിൽ നിങ്ങൾ കരയുമായിരുന്നില്ല. വലാ അരിഖ്തലി ദിക്രിൽ ബാനി വൽ അലമി, ബാൻചെടികളെയും അലമുകളെയും നിങ്ങൾ ഓർമ്മിക്കുന്ന സമയത്ത് അങ്ങനെ ഉറക്കമൊഴിച്ച് നിങ്ങൾ കിടക്കില്ലായിരുന്നു. എന്തുകൊണ്ടങ്ങനെ സംഭവിച്ചത്? ഹവ നിങ്ങൾക്കുണ്ടായതുകൊണ്ട്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഹവ എന്നുള്ളത് ഒരുപാട് ദർജകൾ ഉയർന്നു. ഇസ്തിഹ്സാന്, മഹബത്ത്, മവദ്ദത്ത്, മഹബത്ത്, ഖുല്ലത്ത്, അതിൻ്റെയും അപ്പുറമാണെന്ത്? ഹവ. ബുസരി ഇമാമിന് നിമിത്തങ്ങളുണ്ടായത് ആ ഒരു ദർജയായിരുന്നു. അത് അദ്ദേഹം തൻ്റെ ബൈത്തിൽ തന്നെ പറഞ്ഞിട്ട് ലൗലൽ ഹവ ലം തുരിഖ്. ഇനി ഇതേ അവസ്ഥ ഇങ്ങനെ വർദ്ധിച്ച് ഉണ്ടാകുന്ന സമയത്ത് സ്വാറ ഇഷ്ക, അത് ഇഷ്കായിട്ട് മാറും. നമ്മൾ പറയുന്നില്ല ആശിഖ്യങ്ങൾ, അള്ളാഹിൻ്റെ ആശിഖ്യങ്ങൾ, ഔലിയാക്കളെ കുറിച്ച്. ഹത്താ ലാ യഖ്ലുൽ മഅ്ശൂഖു മിൻ തഖയ്യുലിൽ ആശിഖി, ആശിഖിൻ്റെ ബുദ്ധിമണ്ഡലത്തിൽ നിന്നും ചിന്തയിൽ നിന്നും ഈ മെഹബൂബ് ഒരിക്കലും, മഅ്ശൂഖ് ഒരിക്കലും മറഞ്ഞു പോകില്ല. ഊണിലും ഉറക്കിലും അവർ തന്നെ വരും. നമ്മൾക്കിപ്പോൾ ഒരു റബീഉൽ അവ്വൽ വരുമ്പോൾ മാത്രം ഭയങ്കര ഓർമ്മയാണ് അല്ലേ, ഒരു മങ്കൂസ് മുറുദ് കഴിക്കുന്ന സമയത്തായിരിക്കും നമുക്ക് ഓർമ്മ. അത് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നിലയിലേക്ക് മാറാം. പക്ഷേ ആശിഖ് അങ്ങനെയല്ല, മഅ്ശൂഖ് എപ്പോഴും അവരുടെ ചിന്താമണ്ഡലത്തിലുണ്ടാവും, അത് മറഞ്ഞു പോവുകയില്ല. ജോലിയിലിരിക്കുന്ന സമയത്തും വാഹനത്തിൽ നമ്മൾ സഞ്ചരിക്കുന്ന സമയത്തൊക്കെ മഅ്ശൂഖിനെ കുറിച്ച് ഓർമ്മയായിരിക്കും. ഇനി ഇഷ്ക് എന്നുള്ള ഈ മർത്തബ, ആ ഒരു അവസ്ഥ ശക്തമായി കഴിഞ്ഞാൽ സ്വാറ തൈമൻ, തൈമ് എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തും. ഫലാ യൂജദു ഫി ഖൽബിഹി ഫസ്ലുൻ ലിഗൈരി സൂറത്തിൽ മഅ്ശൂഖി, കൽബിൽ ആ മഅ്ശൂഖിൻ്റെ ചിത്രമായിരിക്കും എപ്പോഴും ഉണ്ടാവുക. റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ കണ്ടവരാണെങ്കിൽ എപ്പോഴും റസൂലുള്ളാഹിനെ ആ കൽബിൽ തന്നെ ഉണ്ടാവും. എങ്ങനെ വർണ്ണിക്കണമെന്ന് അവർക്കറിയില്ല. ഇനി ഈ ഒരവസ്ഥ, തൈമ് എന്നുള്ളൊരവസ്ഥ വർദ്ധിച്ചു വന്നാൽ സ്വാറ വലഹൻ, വലഹ് എന്നുള്ള അവസ്ഥയിലേക്കെത്തും. ഇപ്പോൾ എവിടെ നിന്ന് തുടങ്ങിയാൽ എങ്ങനെ പോവുകയാണ് മഹബത്തിൻ്റെ ഓരോ ദർജകൾ. ഈ വലഹ് എന്നുള്ളൊരവസ്ഥയിലേക്ക് ഒരു മനുഷ്യൻ എത്തിയാൽ ഫയസീറു മുവസ്വിസൻ ലാ യദ്രി മാ യഖൂൽ വഅയ്ന യദ്ഹബ്, അവൻ എന്താണ് പറയുന്നത് ആളെക്കൂട്ടത്തിൽ നിന്നും അവൻ എവിടെയാണ് പോകുന്നത് ഒന്നുപോലും അവനക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ അവൻ അതിൽ തന്നെ മുഴുകിപ്പോകുന്നതാണ്. അള്ളാഹിൻ്റെ ഹുബിൽ, അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുബിലൊക്കെ മുഴുകിക്കഴിഞ്ഞാൽ ഒരു ഭ്രാന്തനെ പോലെ അവനെന്താവും, മാറിപ്പോകുന്നു. നമ്മൾ മജ്ദൂബ് എന്നൊക്കെ പറയുന്നു. അത് നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ ഒരു ഭ്രാന്തനാണ് എന്ന് പറയും. പക്ഷേ അള്ളാഹുവിൻ്റെ ഹുബിൽ ലയിച്ച ആളുകൾ അതാണ് ലാ യദ്രി, അവൻ തന്നെ അറിയുന്നില്ല മാ യഖൂൽ വഅയ്ന യദ്ഹബ്. മഹാന്മാർ പറയുന്നു എന്താണ് അവൻ പറയുന്നത്. ഇങ്ങനെ ആൾക്കാരൊക്കെ ചിരിക്കുന്നു, എന്ത് ഇയാൾ പറയുന്നു, എന്തല്ലോ പറയാൻ. വഅയ്ന യദ്ഹബ്, അങ്ങോട്ട് പോകണം അങ്ങോട്ട് വരണമെന്നൊന്നും അറിയില്ല, എന്താ ചെയ്യേണ്ടത് ഒന്നും മനസ്സിലാകുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു.
ഇങ്ങനെ ഒരുപാട് ദറജകൾ ഹുബ്ബിനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ അള്ളാഹിൻ്റെ റസൂലിനോടും അള്ളാഹുവിനോടുള്ള മഹബ്ബത്ത് നമ്മുടെ ഖൽബിൽ അള്ളാഹു ഇട്ട് തരട്ടെ. ആ മഹബ്ബത്ത് അനുദിനം അള്ളാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. ബഹുമാനപ്പെട്ട ഇമാം ഖസ്തലാനി തങ്ങൾ അറിയപ്പെട്ട പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കിതാബുണ്ട്, അൽ മവാഹിബുൽ ലദുന്നിയ്യ ബിൽ മിനഹിൽ മുഹമ്മദിയ്യ എന്ന് പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് പറയുന്ന നല്ലൊരു മനോഹരമായൊരു കിതാബാണ്. അതിൽ മഹബ്ബത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, അന്നൽ മഹബ്ബത്ത് ഹിയൽ ഹയാത്തു. അവരുടെ ഭാഷയിലല്ല, സുഫിയാക്കളുടെ ഭാഷയിൽ മഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ ഖൽബിൻ്റെ ജീവനാണ്. ആർക്കെങ്കിലും ആ മഹബ്ബത്ത് ഖൽബിൽ വരുന്നില്ല, അതിന് അല്ലാഹു തൗഫീഖ് കൊടുത്തിട്ടുണ്ടായില്ല. അങ്ങനത്തെ ഒരു മനുഷ്യനാണെങ്കിൽ ഫഹുവ മിൻ ജുംലത്തിൽ അംവാത്ത്, ഈ ഹയാത്തില്ലാത്ത വെറും ഡെഡ് ബോഡിയാണ് അവൻ. ഇതൊരു വാക്കാണ് തരും. അംവാത്ത്, മയ്യത്തിനെ പോലെയാണ് അവൻ. മഹബ്ബത്ത് ഖൽബിലേക്ക് വരുന്നില്ലെങ്കിൽ അപ്പോൾ നമ്മൾ പേടിക്കണമല്ലോ. നമ്മൾ മഹബ്ബത്ത് ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. നമ്മൾ ഉസ്താദന്മാരുടെ വാക്കുകളൊക്കെ അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ച് പറയുന്ന സലാം ബാക്കി ഉസ്താദിൻ്റെ ഒക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മളൊക്കെ അറിയും അല്ലേ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ സെർച്ച് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുക. ബുറുദകളൊക്കെ കേട്ടിട്ട് ഇങ്ങനെ കിടന്നുറങ്ങും, ബുറുദ മജ്ലിസുകളൊക്കെ. അങ്ങനെ മഹബ്ബത്ത് നമ്മൾ ഉണ്ടാക്കണം. പിന്നെ അതിങ്ങനെ വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. മഹാൻ തുടരുന്നു, വന്നൂർ, ഇതൊരു പ്രകാശമാണ് മഹബ്ബത്ത്. അല്ലദീ മൻ ഫുഖിദഹു, അവൻ ഫഫി ബിഹാരു ദുലുമാത്ത്, ആ പ്രകാശമെന്ന ആ മഹബ്ബത്ത് ഒരാൾക്കില്ലെങ്കിൽ അവൻ്റെ ഖൽബ് അന്ധകാര നിബിഡമായ സമുദ്രം പോലെയാണ്, കറുത്ത കടലിങ്ങനെ. അതുപോലെ ആയിരിക്കും അവൻ്റെ ഖൽബിൽ പ്രകാശം ഉണ്ടായില്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മാത്രമല്ല അതൊരു ഷിഫയാണ്. ഖസ്തലാനി തങ്ങൾ പറയുന്നു, വശിഫാ, ഹുബ്ബ് എന്നുള്ളതൊരു രോഗശമനമാണ് ഖൽബിൻ്റെ. അത് ഒരാൾക്ക് ഖൽബിൽ ആ രോഗശമനം, അഥവാ ആ മരുന്നില്ലെങ്കിൽ ഹല്ലത്ത് ബി ഖൽബിഹി ജമീഉൽ അസ്ഖാമി വൽ ആഫാത്ത്, അവൻ്റെ ഖൽബിൽ എല്ലാ അസ്ഖാമുകളും രോഗങ്ങളും ആഫാത്തുകളും വന്നുകൂടും. ഒരിക്കലും നമുക്കൊക്കെ സംഭവിക്കുന്നതാണല്ലേ. നമുക്ക് തെറ്റ് കാണുമ്പോൾ നോക്കാൻ തോന്നുന്നതാണ്. ഒരു സിനിമ ഇറങ്ങുന്നതിനും അത് കാണാൻ തോന്നുന്നതാണ്. നല്ലൊരു സദസ്സിൽ പങ്കെടുത്ത വളരെ ഞാൻ വലിയൊരാളാവാൻ പിന്നെ സാധ്യതയുണ്ട്, അങ്ങനെ ആവണം എന്നൊക്കെ ആഗ്രഹിക്കുന്നു. പക്ഷേ റൂമിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും മൊബൈൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ മട്ടും ഭാവമൊക്കെ മാറാം. കാരണം ഖൽബിൻ്റെ ഉള്ളിൽ എല്ലാ അസ്ഖാമുകളും ആഫാത്തുകളും വന്നുകൂടി അടിഞ്ഞുകൂടിയിരിക്കുകയാണ്, മാലിന്യമായിരിക്കും. എന്തുകൊണ്ട്? ഹുബ്ബ് യഥാവിധി ഇല്ലാത്തത് കൊണ്ടാണ്. വഹിയ റൂഹുൽ ഈമാനി വൽ അഅ്മാലി വൽ മഖാമാത്ത്, ഈമാനിൻ്റെയും അഅ്മാലുകളുടെയും വലിയ വലിയ ദറജകളുടെയും റൂഹ് ഏതാണ്? ഹുബ്ബാണ്. റൂഹ് നഷ്ടപ്പെട്ടാൽ ബാക്കിയൊക്കെ മരിച്ച മയ്യത്തുകളെ പോലെയാണ് സൂഫിയാക്കളുടെ ഭാഷയിൽ. അപ്പോൾ മഹബ്ബത്ത് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക, അതിന് ഉതകുന്ന സദസ്സുകളൊക്കെ പങ്കെടുക്കുക. നമ്മുടെ ഉദ്ദേശം അത് തന്നെ ആവുക, എന്നാൽ നമുക്ക് മഹബ്ബത്തുണ്ടാവും. ഏതായാലും MIC പോകാൻ എന്നിട്ട് നമുക്ക് ചോറേച്ച് വരാം എന്നങ്ങനല്ല, അവിടെ നല്ല ഫുഡ് ഉണ്ടാവും, ഏതായാലും ആ സദസ്സിൽ പങ്കെടുക്കുക, അങ്ങനല്ല. നമ്മളെ ഉദ്ദേശം എന്തായിരിക്കണം? ഞാൻ അവിടെ പോയി തിരിച്ച് ഇറങ്ങുന്ന സമയത്ത് എനിക്ക് പോകുമ്പോൾ ഇല്ലാത്തൊരു മഹബ്ബത്ത് ഖൽബിലുണ്ടാവണം, അടുത്താഴ്ച വീണ്ടും അത് വർദ്ധിക്കണം. അങ്ങനെ ഉദ്ദേശത്തോടെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. അല്ലാഹു സുബ്ഹാനഹു നമുക്കൊക്കെ ഖൽബിൻ്റെ അസ്ഖാമുകളും ആഫാത്തുകളൊക്കെ ഇല്ലാതാക്കി കളയുന്ന, ഖൽബിനെ പ്രകാശിപ്പിക്കുന്ന, ഖൽബിന് ജീവൻ വെപ്പിക്കുന്ന ആ ഒരു മഹബ്ബത്ത് അല്ലാഹു നമുക്കൊക്കെ നൽകട്ടെ. ആമീൻ. ഇനി അടുത്ത ബൈത്ത് പറയാം. ഇങ്ങനെ ഒരുപാട് വിശദീകരണമുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കത് മറ്റൊരു അവസരത്തിലൊക്കെ അത് വിശദീകരിക്കാം. ഇനി ഖായിൽ തുടങ്ങുന്ന ബൈത്ത്. خلي خلة الخذلان خوف الخاتمة خالل خليلا خامل الوصف من الخلخال خال لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. ഖല്ലി, ഖല്ലി എന്ന് പറഞ്ഞാൽ ഐ ദ, നീ വിട്ടേക്ക്, ഉപേക്ഷിക്ക്. അറബികൾ സാധാരണ പറയുന്നൊരു വാക്കാണല്ലോ ഖല്ലി. ഖല്ലി ഖല്ലി വലിയ എന്ന് പറഞ്ഞല്ലേ, നമ്മളെന്തെങ്കിലും ബാക്കി പൈസ കൊടുക്കാൻ ഖല്ലി, അതാണ് വെച്ചേക്കണം. ഖല്ലി ഖില്ലി, എൻ്റെ ഖലീലേ എന്നുള്ളൊരു വിളിയാണ്. ഏതുപോലെ മുമ്പ് പറഞ്ഞു ഹുബ്ബു ഹിബ്ബി, എൻ്റെ ഹബീബ്. അതുപോലെ ഖില്ലി, ഖലീലിനക്ക് ഉപയോഗിക്കുന്ന വാക്കാണ് ഖില്ലി. ഐ യാ
ഖലീലി, എൻ്റെ ഖലീലെ നീ ഉപേക്ഷിക്കുക. ആരെ ഉപേക്ഷിക്കണം? ഖുല്ലത്തൽ ഖിദ്ലാൻ, നിന്നെ നിന്ദ്യതയിലെത്തിക്കുന്ന സുഹൃത്തുക്കളെ നീ വെടിഞ്ഞു. അപ്പോൾ ഇതിപ്പോൾ അദ്ദേഹം ഒരു സ്റ്റെപ്പ് ഇങ്ങനെ കിടക്കുകയാണ്. എന്ത്? അദ്ദേഹത്തിന് അള്ളാഹിൻ്റെ റസൂലിനോട് വളരെ മഹബത്തുണ്ടായി, അദ്ദേഹം വലിയ ദറജയിലേക്ക് എത്തി. ഇനി നമ്മൾക്കും ഇത് പഠിക്കുന്ന ശ്രോതാക്കൾക്കും പഠിതാക്കൾക്കും എനിക്കങ്ങനെ ആണല്ലോ എന്നുള്ള ചിന്ത വരുമ്പോൾ അതിനൊന്നാമത്തെ സ്റ്റെപ്പിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നിലവിലുള്ള നമ്മുടെ ചീത്ത കൂട്ടുകെട്ടിനൊക്കെ എന്താക്കുക, ഒഴിവാക്കുക. എന്നിട്ട് നല്ലവരുമായിട്ടുള്ള സഹവാസം ഉണ്ടാക്കുക. അപ്പം നല്ലവരുമായിട്ട് എപ്പോഴും സഹവസിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും? നല്ല സദസ്സുകളിൽ പോയിരിക്കേണ്ടി വരും. അതിനുള്ള അവസരം ലഭിക്കും. അതൊക്കെ എവിടെയൊക്കെ റസൂലുള്ളാഹിനെ കുറിച്ചുള്ള മഹബത്ത് ഉണ്ടാക്കുന്ന സദസ്സുകളും പ്രകീർത്തനങ്ങളും എവിടെയൊക്കെ നമ്മളെ ഈ നാട്ടിൽ നടക്കുന്നുണ്ട് എന്ന് ഈ നല്ല ആളുകളെ ബന്ധം കൊണ്ട് നമുക്ക് മനസ്സിലാവും. അപ്പം നമ്മൾ ആ ആഴ്ചയിൽ അങ്ങോട്ട് പോകും. അങ്ങനെ നമുക്ക് എന്തുണ്ടാവും? ഈ ഒരു റൂട്ടിലേക്ക് മെല്ലെ മെല്ലെ കടക്കാനാവും. ഇതുവരെ ഉണ്ടായ നമ്മുടെ സുഹൃത്ത് നമ്മൾ അന്വേഷിക്കുമ്പോഴേക്ക് നമ്മൾ വേറൊരു സദസ്സിലായിരിക്കും. ഇതിനെ കുറേ വിളിച്ചല്ലോ എന്ന് നമ്മൾ വേറെ സദസ്സിലായിരിക്കും. അവൻ ഒന്ന് കറങ്ങാൻ വേണ്ടി നമ്മളെ എല്ലാ ആഴ്ചയിലും നമ്മൾ ഇറങ്ങുന്ന പോലെ ഇറങ്ങാൻ വേണ്ടി നോക്കുമ്പോൾ നമ്മളെവിടെ എത്തിയിട്ടുണ്ടാവും? വലിയൊരു സദസ്സിലേക്ക് എത്തിയിട്ടുണ്ടാവും. എങ്ങനെ പറ്റും അത്? സഹവാസം സ്വാലിഹ്യങ്ങളോടായിരിക്കണം. അതാണ് ഇവിടെ പറയുന്നത്. അതിൻ്റെ ഒരു പോയിൻ്റ് അവിടെയാണ്. അപ്പോൾ നിങ്ങളെന്താക്കണം? ഖിദ്ലാൻ എന്ന് പറഞ്ഞാൽ നിന്നെ ദുനിയാവിലും ആഖിറത്തിലും നിന്ദ്യതയിലും കുറവിലുമാക്കുന്ന പിന്നെ ഖലീലീങ്ങളെ, കൂട്ടുകാരെ നീ എന്താക്കുക? ഖല്ലി നീ വെടിഞ്ഞോ. അവനെ ചൊടിപ്പിക്കണം എന്നല്ല, പിന്നെ മല്ല മല്ല അവനിൽ നിന്ന് എന്താക്കാം നമ്മൾ ചെയ്യാം. അവൻ വരുമ്പോൾ നമ്മളിവിടെ നിന്ന് പോവാം. പിന്നെ പറയാം ഞാൻ ആഴ്ചയിലൊരു സദസ്സിൽ പോകാറുണ്ട്. അപ്പോൾ പിന്നെ നമ്മളെന്താക്കും? ഇനി അവനെയും കൊണ്ടുപോവാം. അങ്ങനെ നമ്മൾ നന്നാവും, അവനും നന്നാവും. എന്തിനു വേണ്ടി? ഖൗഫൽ ഖാത്തിമ, അന്ത്യത്തെ ഭയപ്പെട്ടതിന് വേണ്ടി. ഖൗഫ എന്നിവിടെ നസ്ബ് കൊടുത്തത് മഫ്ഊൽ അജലിഹി, മഫ്ഊൽ ലഹു എന്നാണ് അതിൻ്റെ തർക്കീബ് പറയൽ, ഗ്രാമർ പറയൽ. അതായത് അന്ത്യം ഭയപ്പെടുന്നതിന് വേണ്ടി. അപ്പോൾ നീ ചീത്ത കൂട്ടുകെട്ടിന് ഇങ്ങനെ കുടുങ്ങിയിട്ട് ഇങ്ങനെ ജീവിച്ചാൽ അവസാനം എന്തായിത്തീരും? മരിക്കുന്ന സമയത്ത് അന്ത്യം മോശമായി പോകും. അപ്പോൾ അതിനെ പേടിച്ചിട്ട് നീ നിൻ്റെ നിന്ദ്യതയിലാക്കുന്ന, നിന്നെ കുറവിലും ഐബിലുമാക്കുന്ന നിൻ്റെ എല്ലാ കൂട്ടുകാരെയും നീ വെടിഞ്ഞു. എന്നിട്ട് പകരം എന്ത് ചെയ്യണം? ഖാലിൽ ഖലീലൻ ഖാമിലൽ വസുഫി മിനൽ ഖൽഖാലി ഖാൽ. ഖാലിൽ നീ സഹവസിച്ചോ, കൂട്ടുകാരനായിക്കോ. ഖലീലൻ ഒരു കൂട്ടുകാരനെ. എങ്ങനത്തെ കൂട്ടുകാരനാണ്? ഖാമിലൽ വസ്ഫി, പുറം ലോകവും മറ്റുള്ള ആളുകളുമൊക്കെ ഇവൻ്റെ വിശേഷണം ഇങ്ങനെ കൊട്ടിപ്പാടാത്ത ഒരാൾ. അതിൻ്റെ അർത്ഥം പറയുന്നത് സൂഫിയാക്കളുടെ ഒരു ഭാഷയാണ്. പുറം ലോകമോ അല്ലെങ്കിൽ നാട്ടുകാരോ റൂമിലത്തവരോ അല്ലെങ്കിൽ മറ്റുള്ള സംഘാടകരോ ഒന്നും ഇവനെ കുറിച്ചിങ്ങനെ വലിയൊരു സ്റ്റേജ് എടുത്തുകയോ അല്ലെങ്കിൽ അങ്ങനത്തെ ആളൊന്നുമല്ല. സ്റ്റേജുകളിലോ പത്രങ്ങളിലോ മറ്റുള്ള ഇതിലൊന്നും ഇവനെ കാണുകയില്ല. അങ്ങനത്തെ ഒരു മഹാനാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിലേക്ക് അടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും അള്ളാഹു ഇഷ്ടപ്പെട്ട വലിയൊരു മഹാനാണ്, അല്ലെങ്കിൽ നല്ലൊരു ചെറുപ്പക്കാരനാണ്. അങ്ങനത്തെ ആളുകളുമായി കൂട്ടുകൂടുക. എന്തിനങ്ങനെ പറയുന്നത്? പിന്നെ പറയുന്നുണ്ട് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്. ഹാമിലൽ വസ്ഫി എന്ന് പറഞ്ഞാൽ അവൻ്റെ വിശേഷണങ്ങൾ ഒക്കെ സൈലൻ്റ് ആയിരിക്കും. അത് നാടൊന്നാകെ കൊട്ടിപ്പാടപ്പെടുന്ന വിധത്തിലല്ല അവൻ്റെ ജീവിതം. അങ്ങനത്തെ ചില ആളുകളുണ്ട്. അവരുമായിട്ട് സഹവസിക്കുക. മാത്രമല്ല മിനൽ ഖൽഖാൽ, ഖൽഖാൽ എന്ന് പറഞ്ഞാൽ പാദസ്വരം, നമ്മൾ കാപ്പാടെന്നൊക്കെ പറയും ചില നാട്ടിലൊക്കെ. അതധികം ഡാൻസ് ചെയ്യുന്ന സ്ത്രീകളെല്ലാം ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അവരുടെ പിന്നെ അവർ വരുന്ന സമയത്ത്, അവർ ഡാൻസ് ചെയ്യുന്ന സമയത്തൊക്കെ ശബ്ദമുണ്ടാവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ആഭരണത്തിനാണ് ഖൽഖാൽ. നമ്മൾ സാധാരണ ചെറിയ പെൺകുട്ടികൾക്കൊക്കെ ഈ പാദസ്വരം ഇട്ടുകൊടുക്കും. അതിലിതുണ്ടാവും, ഒരു ചിലത്തിന് ശബ്ദമുണ്ട്. അതാണ് അറബി ഭാഷയിൽ തന്നെ ഖൽഖാൽ എന്നാണ് പറയുമ്പോൾ തന്നെ ഒരു ശബ്ദമുണ്ട്. അങ്ങനത്തെ അവസ്ഥയെ തൊട്ട് ഖാലിൻ, കാലിയായ അങ്ങനത്തെ സുഹൃത്തിനെ, അതായത് പിന്നെ സ്റ്റേജിലും പേജിലും പത്രകോളങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ആളെ കണ്ടപ്പോൾ നീ വിചാരിക്കണ്ട എന്നാൽ ഇവനായിട്ടൊന്ന് കൂട്ടുകൂടാ, പിന്നെ ഇവൻ എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന ഒരാളാണ് എന്നാൽ നോക്കാൻ പറഞ്ഞിട്ട് ആ സംഘടനയിലേക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ ആളുകളായിട്ട് നമുക്ക് എന്താക്കണ്ട, ഒരു ആഗ്രഹം വരണ്ട. അതൊക്കെ പുറമെ മാത്രമേ ഉണ്ടാവും, ഉള്ളെന്തായിരിക്കും? പൊള്ളയായിരിക്കും. നമ്മുടെ മഹാന്മാരൊക്കെ അങ്ങനെയാണല്ലോ അല്ലേ? അവർ അത്യാവശ്യത്തിന് നിർബന്ധിച്ച് വിളിച്ചാൽ ചില പരിപാടിക്കൊക്കെ വരും, ദ്വാരന്തവർ പോകും.
അതും വളരെ ഇഷ്ടക്കേടായിരിക്കും അവർക്ക് ഇങ്ങനെ പുറത്ത് വരുന്നതും അഭിമുഖീകരിക്കുന്നതൊക്കെ. അവർ ഇബാദത്തൊക്കെ മുടങ്ങിപ്പോവും, ദിക്ർ മുടങ്ങിപ്പോവും. അത് തന്നെ നമ്മൾ സ്റ്റേജിലൊരു സ്വാഗതം പറയുന്ന ഒരാൾ കുറച്ചധികം പറഞ്ഞാൽ അവർക്ക് ദേഷ്യം പിടിക്കും അല്ലേ? നമ്മുടെ എല്ലാമായ പണ്ഡിത വര്യർ നിരവധി കറാമത്തുകളുടെ ഉടമ എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അവിടെ നിന്ന് തന്നെ എന്താക്കും, അടിയും കിട്ടും. അങ്ങനത്തെ മഹാന്മാരാണ് നമുക്ക് വഴികാട്ടിയായത്. അപ്പോൾ അവരുടെ വസ്തുക്കളൊക്കെ ഹാമിൽ എന്ന് പറഞ്ഞാൽ വളരെ സൈലൻ്റാണെന്നത്. ഖൽഖാലിന് തൊട്ടൊക്കെ ഖാലിയാണ് അവർ. ചില ശബ്ദങ്ങളും നാട്ടാകെ ഇയാളെക്കുറിച്ച് കൊട്ടിപ്പാടലുകളും ഫ്ലക്സ് വെക്കലും അതേപോലെ തന്നെ മറ്റുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന താരമൊന്നുമല്ല ഇയാൾ അള്ളാഹുവിൽ ഭയപ്പെട്ട് ജീവിക്കുന്ന ആൾ. അങ്ങനത്തെ ആളുകളെ തേടി പിടിച്ചിട്ട് നീ സഹവസിച്ചോ എന്നാണ്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വെറും ഉദ്ദേശിക്കുന്ന പോലത്തെ കൂട്ടുകാരല്ല. ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ ത്വരീക്കത്തിലേക്കൊക്കെ നമ്മൾ ഒരു അടുക്കാൻ വേണ്ടി സൂഫികളുമായിട്ട് അള്ളാഹിൻ്റെ ഇഷ്ടപ്പെട്ട മുഹിബ്ബീങ്ങളുമായിട്ട് നിങ്ങൾ സഹവസിച്ചോ. നാട്ടിലേക്ക് ഇഷ്ടംപോലെ അങ്ങനത്തെ ആളുകളുണ്ടാവും. അവരുടെ അടുത്തൊക്കെ നാട്ടിൽ പോകുമ്പോൾ അവരുടെ അടുത്തൊക്കെ പോയിട്ട് അവരുടെ അഡ്രസ്സൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് അവരുമായി ഒന്ന് സലാം ചൊല്ലിയിട്ട് ദ്വാരക്കാൻ പറയുക, ഒരു പരിചയപ്പെടുക. അങ്ങനെ എത്രയോ ആളുകൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അത്തിപ്പറ്റ് ഉസ്താദിനെ പോലും നേരിട്ട് കാണാത്ത എത്രയോ ആളുകളുണ്ടായിട്ടുണ്ട്. മഹാനവറുകൾ വഫാത്തായ ശേഷം ഖേദിച്ച് കൊണ്ട് പറഞ്ഞ എത്രയോ ആളുകളുണ്ട്. പക്ഷേ ഇങ്ങനത്തെ ഒരു മഹാനെ ഞാൻ പോയി കാണാനോ ഗൾഫിലൊക്കെ ഇത്ര കാലം ഉണ്ടായിട്ടൊന്നും അല്ലെങ്കിൽ പേര് കാണാനോ പറ്റാത്ത ആൾക്കാരാണ്. അങ്ങനെ ആവരുത്. അവസരം ഉപയോഗപ്പെടുത്തുക. മഹാന്മാർ വരുന്നു എന്നറിഞ്ഞാൽ അവിടെ പോവുക, മുമ്പിലിരിക്കുക, അവരെ കൈപിടിക്കാൻ ദ്വാ ചെയ്യിപ്പിക്കാനൊക്കെ അവസരം കണ്ടെത്തുക. കഴിയുന്നതും നിരന്തരമായിട്ട് അവരെ ബന്ധപ്പെടുകയും അവരിൽ നിന്ന് കിട്ടുന്ന ദിക്കറുകളൊക്കെ വാങ്ങി ചെല്ലുക, അങ്ങനത്തെ. അപ്പോൾ നമ്മൾ അവസ്ഥ നോക്കുമ്പോൾ ചെറിയ അവസ്ഥയിൽ നിന്ന് തുടങ്ങാം. നമ്മുടെ കൂട്ടുകെട്ടൻ എന്താക്കാം, മാറ്റുക. ഒന്നുകിൽ അവരെ നന്നാക്കുക, അല്ലെങ്കിൽ ചില കൂട്ടുകാരുണ്ട് നമ്മൾ അവരെ കൂടെ യാത്ര ചെയ്താൽ നമ്മൾ പറയാതെ തന്നെ അവർ നിസ്കാര സമയമാകുമ്പോൾ വണ്ടി അവിടെ നിർത്തും. ബാങ്ക് കൊടുത്തിട്ടുണ്ട്, ഇക്കാമത്തിൻ്റെ സമയമായിട്ടുണ്ട്, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മൂത്രയിച്ച് ഉണ്ടാക്കേണ്ട സമയം ബാക്കിയുണ്ട്. അപ്പോൾ അവനെന്താക്കും, ഫ്രീ റൈറ്റ് എടുത്തിട്ട് നേരെ പള്ളിനടുത്തേക്ക്, നല്ലൊരു പള്ളി. അവന് നമ്മൾ സഞ്ചരിക്കുന്ന വാഹനത്തിൻ്റെ ഡ്രൈവ് ചെയ്യുന്ന നമ്മുടെ സുഹൃത്ത് അതൊരു നല്ല സുഹൃത്തായതുകൊണ്ടാണ്. നേരെ മറിച്ച് നേരെ ഓപ്പോസിറ്റുള്ള ഒരാളാണെങ്കിലോ അവനൊരു കഥയുണ്ടായില്ല, അവനിങ്ങനെ പോവും. പിന്നെ നമ്മൾ നിസ്കാരം കള്ളാവും, അല്ലെങ്കിൽ നിസ്കാരം കഴിഞ്ഞിട്ടുണ്ടാവും, ജമാഅത്ത് കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ അവനെ സാധാരണ നിസ്കരിക്കുന്ന എല്ലാം കൂടി ഒന്നിച്ച് രാത്രി നിസ്കരിക്കുന്നതായിരിക്കും. അങ്ങനത്തെ ഒരു ആളായിരിക്കും. നമ്മളെന്തോ ആവശ്യത്തിന് നമ്മളെ പരിപാടിക്ക് കൊണ്ടുവന്നതായിരുന്നു. അവ രണ്ടും സുഹൃത്തുക്കളും വ്യത്യാസമുണ്ട്. അത് എപ്പോഴും നമ്മൾ കൂട്ടുകൂടുന്നത് നല്ല ആളുകളെ ആയിരിക്കണം. നല്ല ആളുകളെ കൂടെ നമ്മൾ കൂടിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ മഹാന്മാരത് പറയുന്നുണ്ട്, നല്ല മജ്‌ലിസുകളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ അവന് ലഭിക്കുകയും എത്രയോ പ്രധാനപ്പെട്ട ഈമാൻ വർദ്ധിക്കുന്ന പല സദസ്സുകളും ഇവിടെ യുഎഇയിൽ നടക്കുന്നുണ്ടാവും. അത് നമുക്കറിയാൻ വേണ്ടി ഒരു സബബായതായിരിക്കും. ഏതോ ഒരു നല്ലൊരാളെ കണ്ടപ്പോൾ സലാം ചൊല്ലി എവിടെയാണ്, അപ്പോൾ അവൻ പറയാം തിങ്കളാഴ്ച രാവ് MICയിലൊരു ഇതുണ്ട് എന്ന് പറയും. അപ്പം അങ്ങനെ വന്ന എത്രയോ ആൾക്കാരുണ്ട്. നല്ല ആളുകളുമായിട്ടുള്ള സഹവാസം, പരിചയമൊക്കെ. ഇതൊരുപാട് വിശദീകരണ ഒരു ബൈത്താണ്. ഇൻഷാ അല്ലാഹ് നമ്മളിത് നിർത്തുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമ്മളിത് പൂർത്തീകരിക്കും. മഹാന്മാർ പറയുന്നുണ്ട്, ഏതൊരു മനുഷ്യനെയും വിലയിരുത്തപ്പെടൽ അവൻ്റെ ജീവിതം നോക്കിയിട്ടല്ല, പിന്നെ അവൻ്റെ കൂട്ടുകാരൻ നോക്കിയിട്ടാണ്. സാധാരണ പെണ്ണ് കാണാൻ പോകുമ്പോൾ അങ്ങനെ അല്ലേ, ആ നാട്ടുകാരെ നോക്കൽ ഫസ്റ്റ് അവനെക്കുറിച്ച് മാത്രമല്ല, പിന്നെ അവൻ്റെ കൂട്ടുകാർ ആരൊക്കെയാണ് എന്നാണ്. ഒരു മഹാൻ പാടിയിട്ടുണ്ട്, അനിൽ മർഇ ലാ തസ്അൽ വസൽ അൻ ഖരീനിഹി ഫകുല്ലു ഖരീനിൻ ബിൽ മുഖാരിനി യഖ്തദീ. അനിൽ മർഇ ലാ തസ്അൽ, ഒരു മനുഷ്യനെ കുറിച്ച് അറിയണമെങ്കിൽ അവനെക്കുറിച്ച് ചോദിക്കല്ല. വസൽ അൻ ഖരീനിഹി, അവൻ്റെ കൂട്ടുകാരനെ സംബന്ധിച്ച് ചോദിക്കുന്നതാണ്. ഒരു നാട്ടിൽ പോയിട്ട് അവൻ്റെ കൂട്ടുകാരനെ കുറിച്ച് ചോദിക്ക്, എന്നാൽ ഇവനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഫകുല്ലു ഖരീനിൻ ബിൽ മുഖാരിനി യഖ്തദീ, എല്ലാ കൂട്ടുകാരനും അവൻ്റെ കൂട്ടുകാരനോട് തുടർന്ന് ജീവിക്കുന്നവനാണ്. അതേ സ്വഭാവം ഇവനിലും ഉണ്ടാകും. അതുകൊണ്ട് കൂട്ടുകാരനെ കുറിച്ച് ചോദിക്കുക, അവൻ്റെ കൂട്ടുകാരൊക്കെ എന്ന് ചോദിച്ചാൽ ഇവൻ്റെ സ്വഭാവം മനസ്സിലാവും. അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കാനുള്ളത്, നമ്മുടെ അനുജന്മാരൊക്കെ വളർന്നു വരുന്നവരുണ്ടാവും, വളർന്നു വരുന്ന ഉള്ളവരുണ്ടാവും, ഒക്കെയാണ് മക്കളൊക്കെ. അവരുടെ ജീവിതം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഇവിടെയാണെന്ന് വെച്ചാൽ വെറും
പണമയക്കുന്ന ഒരു മെഷീനായിട്ട് നമ്മൾ മാറാതെ അവരുടെ കൂട്ടുകൊട്ട് അന്വേഷിക്കാൻ വേണ്ടി നമ്മൾ എന്താക്കണം, ആളെ ഏർപ്പെടുത്തണം. വീട്ടിൽ ചോദിക്കണം, എത്ര മണിക്ക് വരുന്നു, എത്ര മണിക്ക് പോകുന്നു, ആരൊക്കെയാണ് അവൻ പോകുന്നത്, ബൈക്കിലാണോ അല്ലെങ്കിൽ ആരെ ബൈക്കിലിരുന്നിട്ടാണോ വണ്ടിയിലാണോ, അതൊക്കെ നമ്മൾ അന്വേഷിക്കുകയും അല്ലെങ്കിൽ ഖേദിക്കേണ്ടി വരുന്നതാണ്. മഹാന്മാരൊക്കെ അത് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചിരുന്നു. ഏത്? സ്വാലിഹീങ്ങളോടുള്ള സഹവാസവും സ്വാലിഹീങ്ങളോടുള്ള അവരടുത്തിരിക്കലും അവരെ സ്നേഹിക്കലുമൊക്കെ വലിയ വലിയ മഹാന്മാർ, നമ്മളെപ്പോലത്തെ ആൾക്കാരല്ല. ബഹുമാനപ്പെട്ട ഷാഫി ഇമാമൊക്കെ അദ്ദേഹത്തിൻ്റെ ദീവാനിൽ പറഞ്ഞിട്ടുണ്ട്, ഹിബ്ബുസ്വാലിഹീന വലസ്തു മിൻഹും ലഅല്ലി അൻ അനാല ബിഹിം ശഫാഅ. ഷാഫി ഇമാം വേർഡാണ്. ഹിബ്ബുസ്വാലിഹീന, സ്വാലിഹീങ്ങളെ ഞാൻ ഇഷ്ടപ്പെടുന്നു. അല്ലാഹ് വലസ്തു മിൻഹും, ഞാൻ ഒരു സ്വാലിഹായ മനുഷ്യനും അല്ലെങ്കിലും, അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിൻ്റെ തവാളുവാണ്, ഞാനൊരു സ്വാലിഹൊന്നുമല്ലെങ്കിലും സ്വാലിഹീങ്ങളെ ഞാൻ ഇഷ്ടപ്പെടുന്നു, ഹുബ്ബ് വെക്കുന്നു. കാരണം ലഅല്ലി അൻ അനാല ബിഹിം ശഫാഅ, അവരെ ഹുബ്ബ് വെച്ച കാരണം കൊണ്ട് നാളെ ആഖിറത്തിൽ എനിക്ക് അവരുടെ ശഫാഅത്ത് കൊണ്ട് രക്ഷപ്പെടാൻ പറ്റുമായിരിക്കും. അതുകൊണ്ട് ഹിബ്ബുസ്വാലിഹീന വലസ്തു മിൻഹും എന്നാണ്, സ്വാലിഹീങ്ങളെ ഞാൻ ഇഷ്ടപ്പെടുന്നു. വലിയ വലിയ മഹാന്മാർ, ഒരു മദ്ഹബിൻ്റെ ഇമാമാണ് പറയുന്നത്. ആ വലിയ വലിയ മഹാന്മാർ പോലും ഇങ്ങനെ പറയുമ്പോൾ നമ്മളൊക്കെ എന്താണെന്നല്ലേ, നമുക്ക് സ്വാലിഹ്യങ്ങളാ ഒരു അടുപ്പവുമില്ലാതെ ജീവിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് മഹാന്മാരൊക്കെ അങ്ങനെ പറയുന്നത്. പിന്നെ ഇതിൻ്റെ വിശദീകരണത്തിൽ മഹാന്മാർ പറയുന്നുണ്ട്, ഒരു ചീത്ത കൂട്ടുകെട്ട്, അങ്ങനത്തെ ആളുകളോട് നമ്മൾ കൂട്ടുകൂടുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ ജനങ്ങൾ നമ്മളെക്കുറിച്ചൊരു സൂഉന്നെ ഉണ്ടാക്കാനത് കാരണമാകും. പെട്ടെന്നൊരു നമ്മളെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും അന്വേഷിക്കുമ്പോൾ അവൻ ആളൊരു ശരിയില്ലാന്ന് തോന്നും. എപ്പോൾ നോക്കിയാലുണ്ടാവും അല്ലേ, ആ നൈഫിനെടുത്ത ഇതിൻ്റെ മുകളിൽ ഇരിക്കുന്നവർ കുറേ ആൾക്കാർ കൂട്ടത്തിലിരിക്കുന്നുണ്ടോ. നമ്മൾ ചിലപ്പോൾ നല്ല ആൾ തന്നെ ആയിരിക്കും, 5 വക്ത് നിസ്കാരം കഴിഞ്ഞ് ഓതിയിട്ട് പിന്നെ കരഞ്ഞ് ദ്വാരന്നിട്ടൊക്കെ ആയിരിക്കും ആ വഴി വരുമ്പോൾ അവിടെ ഇരുന്നത്. അവർ കുറച്ച് ആൾക്കാർ അവിടെ ഇരിക്കുന്നുണ്ട്, നമ്മുടെ നാട്ടുകാർ. നമ്മളും കുറച്ച് സമയം അവിടെ ഇരുന്ന് തമാശയൊക്കെ പറഞ്ഞിട്ടായിരിക്കും റൂമിലേക്ക് വരുന്നത്. പക്ഷേ ഇത് നിരന്തരം ഒരാൾ അത് കാണുന്നുണ്ട് നമ്മളെക്കുറിച്ച്. ഒരു കൂട്ടത്തിൽ ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മുറുവത്തുള്ള ആൾക്ക് ചോദിച്ചതല്ല. അങ്ങനത്തെ കൂട്ടത്തിൽ നമ്മളിരിക്കുന്നതായിട്ട് പലരും കണ്ടു കഴിഞ്ഞാൽ അതെന്നുണ്ടാവും നമ്മളെക്കുറിച്ച്, ഒരു മുഅ്മിനെക്കുറിച്ച് സൂഉല്ലന്നെ എന്ന് പറയും. അതായത് ചീത്ത വിചാരം, അവനും എന്തോ ഒരു ചെറിയ ഇതിലുള്ള ആൾക്കാരാണ് എന്നിങ്ങനെ സൂഉല്ലന്നെ ഒരാളെക്കുറിച്ചുണ്ടായാൽ മഹാന്മാർ പറയുന്നു, അങ്ങനെ നിന്നെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും ചീത്ത വിചാരം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് അവരെ നീ ആക്ഷേപിക്കണ്ട, നീ നിന്നെ തന്നെ ആക്ഷേപിച്ചോന്നാണ്. കാരണം നീ തന്നെ ഉണ്ടാക്കിയൊരു കാര്യമാണ്. നമുക്ക് യോജിച്ച സ്ഥലം, പള്ളികൾ, നല്ല മജ്ലിസുകൾ, അത് കഴിഞ്ഞാൽ വേഗം റൂമിലേക്ക് വരാം. അങ്ങനത്തെ ഒരു ജീവിതമായിരിക്കണം ഒരു നല്ല മനുഷ്യനുണ്ടാവേണ്ടത്. അതല്ലാതെ റോഡ് സൈഡിലിരിക്കുക, അല്ലെങ്കിൽ പിന്നെ മറ്റുള്ള തമാശകളൊക്കെ പറഞ്ഞിങ്ങനെ പാതിരാവോടെ ഇരിക്കുക. നാട്ടിലൊക്കെ കാണാമല്ലേ, പാലത്തും ഇരിക്കാനൊക്കെ പറയും, ഉപ്പൂട്ടിൻ്റെ മുകളിൽ ഇരിക്കാൻ പറയും പഴയ കാലത്ത്. അങ്ങനെയുള്ള ഒരു കൂട്ടത്തിൽ ആര് പെടാൻ പാടില്ല, നമ്മൾ പെടാൻ പാടില്ല. അത് സൂഉൽ തന്നെ ഉണ്ടാക്കും. മാത്രമല്ല അവർ പറയുന്ന പല വാക്കുകളും കേട്ട് നമ്മൾ പഠിക്കാൻ, അതൊരു ചീത്ത വാക്കുകൾ. നമ്മൾ ആദ്യമൊക്കെ അതൊക്കെ അങ്ങനത്തെ വാക്കുകളൊക്കെ ആരെങ്കിലും പറയുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ അസ്തഗ്ഫിറുല്ലാഹ് എന്നൊക്കെ പറയും. പിന്നെ ഇവരെ കൂട്ടത്തിൽ കൂടിക്കഴിഞ്ഞാൽ എന്താക്കും, അവരുപയോഗിക്കുന്ന തമ്മാടിത്തരത്തിൻ്റെ വാക്കുകളൊക്കെ നമുക്കതൊരു ആദത്തായിട്ട് മാറും. കാരണം അവർ കൂട്ടത്തിൽ കൂടി നമ്മളും അത് സാധാരണ ഒരു വർത്തമാനം പോലെ അവർ ഉപയോഗിക്കുന്ന പെണ്ണുങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ചീത്ത വാക്കുകളോ അതൊക്കെ നമ്മളും നമ്മുടെ നാവിലൂടെ വരും. എന്തുകൊണ്ട്? ചീത്തയായ കൂട്ടുകെട്ട്. അതേപോലെ പ്രത്യേകിച്ച് മഹാന്മാർ പറയുന്നു, ബിദ്അത്തിലേക്ക് അധികാളം പോകാനുള്ള ഒരു കാരണം ഇതാണ്, ഇതുപോലത്തെ ബിദ്അത്തുകാരുമായിട്ടുള്ള കൂട്ടുകെട്ട്. കമ്പനിയിൽ ഒരാൾ ബിദ്അത്തുകാരനാണ് ജോലി ചെയ്യുന്നത്, അവനുമായിട്ട് സഹവസിക്കാനിടയായി, അവൻ അയച്ചു കൊടുക്കുന്ന വീഡിയോസ് കാണാനിടയായി. അങ്ങനെ അവസാനം എന്തായി, പിന്നെ ഇവനക്കും ചിന്ത അങ്ങനെ ഉണ്ടാ ഇങ്ങനെ ഉണ്ടാന്നൊക്കെ ചിന്തിച്ചിട്ട് ഏതായാലും അവനെ അയച്ചു തരുന്നതല്ലേ, കണ്ടു നോക്കാം. അങ്ങനെ 2-3 ആഴ്ചകൾ കാണുമ്പോൾ നല്ല സുന്നിയായ മനുഷ്യനെന്ന അവസാനം ഇവനെ പോലെയാവും. തലയൊക്കെ മറക്കാതെ വലിയ താടിയൊക്കെ വെച്ച് ഇങ്ങനെ കൈകെട്ടി ഇങ്ങനെ ആക്കലും അല്ലേ, എല്ലാം തുടങ്ങി. ഒന്നും ഉണ്ടായില്ല, ഒന്നും അറിയില്ല. പക്ഷേ ഇവനും പറഞ്ഞത്. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിലായാലും അതേപോലെ തന്നെ ഏത് മീഡിയയിലായാലും ചീത്ത കൂട്ടുകെട്ടുകൾ നമുക്കുണ്ടോ, ഇതുപോലത്തെ വീഡിയോസ് അയച്ചു തരുന്ന ആരെങ്കിലും ഫേസ്ബുക്കിലോ മറ്റോ നമ്മുടെ ഫ്രണ്ട് ലിസ്റ്റിലുണ്ടെങ്കിൽ അതൊക്കെ ഇന്ന് തന്നെ എന്താക്കാൻ പോയിട്ട് റിമൂവ്. കാരണം
ഖില്ലത്തൽ ഖിദ്ലാനി ഖൗഫൽ ഖാത്തിമ. ഖൗഫൽ ഖാത്തിമ ആയിരിക്കണം അല്ലേ? ഇതൊക്കെ കേട്ട് അവസാനം നമ്മളെ മനസ്സൊക്കെ മാറി നമ്മളെങ്ങാനും വിദേഹത്തിൽ പോയി കഴിഞ്ഞാൽ അവസാനം ചീത്തയായി ചത്തുപോകേണ്ടി വരും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഇതിനൊരുപാട് വിശദീകരണം, നല്ല പോയിൻ്റുള്ള ഒരു ബൈത്താണ് ഇത്. നല്ല കൂട്ടുകെട്ട്, സ്വാലിഹ്യങ്ങളോടുള്ള സഹവാസം, അതിനാൽ നമുക്ക് ലഭിക്കുന്ന പല നേട്ടങ്ങളും ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്താക്കുക, ഇതിൻ്റെ വിശദീകരണം, അതുമായിട്ട് ബന്ധപ്പെട്ട ഹദീസുകളൊക്കെ നമുക്ക് എന്താക്കും വിശദീകരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇനിയും ഇതേപോലെ ഒരുപാട് ക്ലാസ്സുകളിൽ ഒരുമിച്ച് കൂടാനും അള്ളാഹിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹബ്ബത്ത് ഉണ്ടാക്കാനുള്ള ഓരോ സ്റ്റെപ്പുകൾ മഹാനവറുകൾ വിവരിക്കുന്ന ആ സ്റ്റെപ്പുകളൊക്കെ പഠിച്ച് അതുപോലെ ഓരോന്നോരോന്നായിട്ട് ജീവിതത്തിൽ പകർത്തി അദ്ദേഹമൊക്കെ മാറിയതുപോലെ വലിയൊരു വിലായത്തിൻ്റെ പദവിയിലേക്ക് അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരു മക്കാമിലേക്ക് എത്താനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ. അർഹമുർ റഹീമാ റബ്ബേ, ചീത്ത കൂട്ടുകെട്ട് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുഞ്ഞനുജന്മാരെയും നീ കാത്ത് രക്ഷിക്കണേ അല്ലാഹ്. അർഹമുർ റഹീമാ റബ്ബേ, ഞങ്ങളൊക്കെ ഒരുപാട് അകലെ വിദേശത്താണ്. ഞങ്ങളുടെ മക്കൾ ആരൊക്കെ അവരെ ചീത്ത കൂട്ടലിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ടോ അവരൊക്കെ നീ അതിനെ തൊട്ട് നീ തിരിക്കണേ അല്ലാഹ്. അർഹമുർ റഹീമാ റബ്ബേ, ഞങ്ങളുടെ മക്കളെ നീ തന്നെ സംരക്ഷിക്കണേ അല്ലാഹ്. നല്ല സ്വാലിഹീങ്ങളായ കൂട്ടുകെട്ടിൽ പെടാനും അതേപോലെ തന്നെ സ്വാലിഹീങ്ങളായിട്ട് ജീവിക്കാനുള്ളൊരു തൗഫീഖ് നൽകണേ അല്ലാഹ്. നാഫിയായ ഇൽമ അവർക്ക് നീ നൽകണേ അല്ലാഹ്. ദുന്യവിയും ഭൗതികവുമായ ഉഖ്റവിയുമായ എല്ലാ ഇൽമുകളും അവരെ നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ദീനിനും ദുന്യാവിനും ഞങ്ങളുടെ സമുദായത്തിനുമൊക്കെ ഉപകരിക്കുന്ന നല്ല മക്കളാക്കി അവരെയും ഞങ്ങളെയും നീ മാറ്റണേ അല്ലാഹ്. അതേപോലെ തന്നെ പ്രത്യേകിച്ച് ദുആ ചെയ്യാനും വേണ്ടി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് പറയുന്ന സദസ്സാണ്. ഒരു സഹോദരന് ബ്രെയിൻ ട്യൂമർ, അത് നീക്കം ചെയ്യാൻ വേണ്ടി നാളെ ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോവാണ്. അർഹമുർ റഹീമാ റബ്ബേ, നിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് ഞങ്ങൾ ചോദിക്കുന്നു അല്ലാഹ്. റസൂലുള്ളാഹിനെ തവസ്സുലാക്കിക്കൊണ്ട് ചോദിക്കുന്നു അല്ലാഹ്. അദ്ദേഹത്തിൻ്റെ ആ രോഗം നീ പൂർണ്ണമായിട്ട് ശിഫയാക്കണേ അല്ലാഹ്. അത്ഭുതകരമാമിത് നീ ശിഫയാക്കണേ അല്ലാഹ്. അർഹമുർ റഹീമാ റബ്ബേ, നിൻ്റെ ഖുദ്റത്ത് നീ ഞങ്ങൾക്ക് കാണിച്ചു തരണേ അല്ലാഹ്. റസൂലുള്ളാഹിൻ്റെ മഹത്വം നീ കാണിച്ചു തരണേ അല്ലാഹ്. ഞങ്ങൾക്കൊരു സന്തോഷ വാർത്ത നീ അറിയിച്ചു തരണേ അല്ലാഹ്. അർഹമുർ റഹീമാ റബ്ബേ, എല്ലാ രോഗികൾക്കും, പ്രത്യേകിച്ച് ഞങ്ങളുടെ വീട്ടിലൊക്കെ ഉള്ള മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, പല രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവർ, ഞങ്ങളിലും അവരിലുമുള്ള എല്ലാ രോഗികൾക്കും നീ പൂർണ്ണ ശിഫ നൽകണേ അല്ലാഹ്. ആരോഗ്യവും ആഫിയത്തും സന്തോഷവും റാഹത്തും നൽകണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു തആല വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.